നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. CPM തിരുമാറാടി ലോക്കൽ കമ്മിറ്റി അംഗം ആശ രാജുവിന്റെ മരണത്തെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാട്സപ്പ് ശബ്ദ സന്ദേശം ദുരൂഹത ഏറുന്നു. തിരുമാറാടി CPM ലോക്കൽ കമ്മിറ്റി അംഗം, തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, NREG വർക്കേഴ്സ് യൂണിയൻ, കർഷക സംഘം എന്നീ സംഘടനകളുടെ കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി അംഗമായ മണ്ണത്തൂർ കർക്കിയാനിക്കൽ ആശ രാജുവിനെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് വീടിന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനിടയിലാണ് ആശ രാജു 2 ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടി നേതാക്കൾക്ക് അയച്ചതായി കാണപ്പെട്ട ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. തന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് തടസ്സം നിന്നു എന്നാണ് ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തന്റെ മകൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയരോഗത്തെ തുടർന്ന് കുഴഞ്ഞു വീണപ്പോൾ വഴിയില്ലാത്തതിനാൽ ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നുവെന്ന് ആശ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. തനിക്കും ഇതേ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് ആശ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ആശയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. 1993 CPIMന്റെ പാർട്ടി മെമ്പറായിട്ട് മണ്ണത്തൂര് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വനിതയാണ് ഞാൻ. 38 വർഷമായിട്ട് ഇവിടെ സ്ഥിരതാമസമാണ്. മണ്ടോളി താഴം കാക്യാനിക്കൽ ഭാഗം കൂറ്റത്തനാൽ കോളനിയുടെ താഴ്ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. 16 CPIMന്റെ കുടുംബവും 5 CPIയുടെ കുടുംബവും 10 കോൺഗ്രസ് കുടുംബവും 3 BJP കുടുംബവും അടങ്ങുന്ന കോളനിയാണ്. CPIMന്റെ പ്രവർത്തനവും പങ്കാളിത്തവും കൂടുതലുള്ള ഈ പ്രദേശമാണ്. പതിനൊന്ന് സെന്റ് സ്ഥലമേ എനിക്കിവിടെ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് നടപ്പുപാതയാണ് ഉള്ളത്. വഴിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ പെര വെച്ച് താമസം തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ONV സഖാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കെ ഇവിടെ ഒരു നടപ്പുപാത ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിരുന്നു. പണിയെടുത്ത് തരാമെന്നും പറഞ്ഞ് നിങ്ങളുടെ വഴി ശരിയായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് PP സാജു സഖാവ് കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളോട് പറയുകയും പണിക്ക് വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം, തൊഴിലുറപ്പില് ആളുകളെ ഉൾപ്പെടുത്തി പണികളൊക്കെ ചെയ്തു തരാൻ കൂടാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല സന്തോഷമായിട്ടിരുന്നു. പല പ്രാവശ്യമായിട്ടും സഹാവിനെ വിളിക്കുമ്പോൾ അത് അവിടെ തീർന്നില്ല ഇവിടെ തീർന്നില്ല എന്നുള്ള നിർദ്ദേശമായിരുന്നു തന്നുകൊണ്ടിരുന്ന. അവസാനം വഴി എല്ലായിടത്തും പണിത് കഴിഞ്ഞിട്ടും വഴി ശരിയാവാതെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 4.5 ലക്ഷം രൂപയ്ക്ക് അവിടെ വഴി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പറമ്പ് അവിടത്തെ മറ്റു പറമ്പ് കിടക്കുന്ന ഉടമസ്ഥനോട് ചോദിച്ചപ്പം അവിടെ അത് ചെയ്യാൻ പറ്റില്ല, അത് പല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ ONV സഖാവും സാജു സഖാവും എന്നോട് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് അറിയത്തില്ല. ഞാനും പിന്നെ അതിനകത്ത് വലിയ പ്രാധാന്യം എടുത്ത് പോയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് എന്റെ മോന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. വൈകിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണു. എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ആശുപത്രി കൊണ്ടുപോകാൻ നോക്കിയപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ആള് കുഴഞ്ഞു വീണിട്ട് ഞങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകാൻ ഒന്നും പറ്റാത്ത രീതിയിൽ 3/4 മണിക്കൂറോളം പ്രയത്നിച്ചിട്ടാണ് ഇവിടുന്ന് റോട്ടിലൊന്ന് ഇറക്കിയത്. അവിടെ ഇറക്കി വണ്ടി വന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും ശരിക്കും 1.5 മണിക്കൂർ സമയം എടുത്തു. ഇന്നും അതൊരു അഗാധമായിട്ട് ഈ പ്രദേശവാസികളുടെയും ഞങ്ങളുടെയും ഉള്ളിൽ കിടക്കുവാണ്. നമുക്കൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. അത് ചെയ്യാതെ പോയതിന്റെ ഒരു ബുദ്ധിമുട്ടില് ഇവിടെ എന്റെ മോൻ ആശുപത്രിയിലായി. 23 ദിവസം രാജഗിരി വെന്റിലേറ്ററിൽ കിടന്നു. ആളെ നമുക്ക് രക്ഷിക്കാനായില്ല. ഉള്ള പൈസ എല്ലാം തീർന്നു, കടം മേടിച്ച് ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടി. അങ്ങനെ മോന്റെ മരണാനന്തര ചടങ്ങിന് വന്ന ആളുകളെല്ലാവരും വഴിയില്ലാത്ത കാര്യം പറഞ്ഞ് എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടി. എല്ലാവരുടെയും ചർച്ചയും കാര്യങ്ങളും ഒക്കെ വന്ന് പറമ്പുടമസ്ഥനോട് എല്ലാവരും ചോദിച്ചു. അപ്പൊ പിന്നെ വഴി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾ അന്ന് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ നേരത്തെ ഒത്തിരി ബുദ്ധിമുട്ടിയതാണ്, അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വഴി തരാം എന്നുള്ള രീതി പറഞ്ഞു. എന്റെ ആങ്ങളെ വന്ന് ഇടപെട്ട് സെന്റിന് 60,000 രൂപ വീതം കൊടുത്ത് ഞങ്ങള് 3 സെന്റ് സ്ഥലം മേടിച്ചു. ഇനി വഴിക്ക് വീതിയില്ലാതെ വഴി ചെയ്തില്ല എന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ അത് വേണ്ട,
എന്ന് വിചാരിച്ച് ഇത്രയും ബുദ്ധിമുട്ടി നിന്നപ്പോഴും ഞങ്ങൾ ആ സ്ഥലം വാങ്ങിച്ചു. ആ വഴി ഫോം ചെയ്തു. 3 അടി വഴി അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. 3 അടി വഴി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 9 അടി വഴി ഫോം ചെയ്തിട്ടു. എന്നിട്ട് വീണ്ടും പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ONV സഖാവിന്റെ 5 വർഷത്തെ കാലാവധി പഞ്ചായത്തിന്റെ ഭരണസമിതി മാറി അടുത്ത ഭരണസമിതി നമ്മുടെ ആളുകൾ തന്നെ വന്നു. അപ്പോഴും അപേക്ഷ വെച്ചു. അപ്പൊ അന്നേരം വേറൊരു കാരണം പറഞ്ഞു, പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഇല്ല എന്ന് പറഞ്ഞു. ആസ്തിയിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആസ്തി ബുക്ക് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന്റെ ആസ്തിയിലെ ഈ വഴിയുണ്ട്, പേരുണ്ട്. പിന്നെ അതിന്റെ കോപ്പി എടുത്ത് ഞാൻ തന്നെ പഞ്ചായത്തിൽ കൊടുത്ത് വീണ്ടും വഴി ചെയ്തു തന്നെന്ന് പറഞ്ഞു, ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ രമ 2 വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നു. ആ 2 വർഷ കാലാവധിയിലും വഴി ചെയ്തു തന്നില്ല. പിന്നീട് സന്ധ്യ പ്രസിഡന്റായിട്ട് വന്നു. വീണ്ടും സന്ധ്യയോട് പറഞ്ഞു. എന്നിട്ടും 1 വർഷക്കാലം കഴിഞ്ഞിട്ടും വഴി ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പം പാർട്ടിയായിട്ട് ആലോചിച്ചു. പല പ്രാവശ്യം പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ ഇത് പറഞ്ഞു. അവസാനം ഇത് തരില്ല എന്നുള്ള രീതിയിൽ ഇവർ ചെയ്യില്ല എന്ന് മനസ്സിലാക്കി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയോട് കാര്യം പറഞ്ഞു. ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിക്കകത്തുനിന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറായ MC സുരേന്ദ്രൻ സഖാവും ഏരിയ സെക്രട്ടറിയും വന്നിട്ട് വഴി അവർക്ക് ചെയ്തു കൊടുക്കണം, 6 മാസത്തിനുള്ളിൽ ആ വഴി ചെയ്തു കൊടുക്കണം, അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ചെയ്തു തരാമെന്ന് പറയും. നമ്മൾ സംഘടനയാണല്ലോ പറയണ, ലോക്കൽ കമ്മിറ്റി കൂടി പറയണാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. ലോക്കൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു സഖാവിന് വഴി ചെയ്തു തരും, സഖാവ് അതേക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അവസാന ഘട്ടം ചെയ്തു തരാതെ ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇനി റിവിഷൻ വരുന്നുണ്ട്, അപ്പൊ അതിനകത്ത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം അതും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ പ്രതിപക്ഷം എതിർക്കൂന്ന് പറഞ്ഞു. പല പ്രാവശ്യം ഫ്രാക്ഷൻ വിളിച്ചുകൂട്ടി, LDF വിളിച്ചുകൂട്ടി, CPIക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഭരണം പിടിച്ച പഞ്ചായത്തില്, നമ്മുടെ സ്വാധീനമുള്ള പഞ്ചായത്ത്, ആ പഞ്ചായത്തില് ആ മെമ്പർമാര് ചെയ്തു തരില്ല, ഞങ്ങൾ പറഞ്ഞ പാർട്ടി മെമ്പർമാര് കേൾക്കില്ല എന്നാണ് ഇവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയും ഇവിടുത്തെ 2 ഏരിയ കമ്മിറ്റി മെമ്പർ, ഒന്ന് അനിൽ ചെറിയാൻ സഖാവും ഒന്ന് ONV സഖാവും, അവര് പറയണ പാർട്ടി പറഞ്ഞ കേൾക്കില്ല പഞ്ചായത്ത് ഭരണസമിതി എന്ന്. ഇത്രയും പാടുപെട്ട് നമ്മൾ ഭരണം പിടിച്ചു കൊണ്ടുവന്ന പഞ്ചായത്ത് ഭരണസമിതി പാർട്ടി പറഞ്ഞാൽ കേൾക്കില്ലെന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്നാന്നുള്ളത് എനിക്കറിയത്തില്ല. അത് സഖാക്കൾ എന്താണെന്നാ തീരുമാനിക്കുക. അത് കഴിഞ്ഞ് അവസാന നിമിഷത്തിലും ഇവരെ വിളിച്ച് കൂട്ടി കാര്യങ്ങൾ പാർട്ടി ഓഫീസിലിരുന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവര് ആ വഴി തരാൻ തയ്യാറല്ല, അത് ചെയ്തു തന്നിട്ടില്ല. അവര് പറയണത് സെക്രട്ടറി സമ്മതിക്കില്ല, പ്രതിപക്ഷം സമ്മതിക്കില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് ആശയുടെ വായിലെ നാക്കിന്റെ കുഴപ്പം കൊണ്ടാണ് വഴി തരാത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞു. ഞാൻ എന്താണ് അവരോട് പറഞ്ഞത്, ഏത് മെമ്പർമാരോട് ഞാൻ എന്ത് പറഞ്ഞു? എന്തെങ്കിലും ഒരു കുറ്റം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്കകത്ത് അവർക്ക് പറയാം, ലോക്കൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാം. അവസാന നിമിഷത്തെ ഏറ്റവും ലാസ്റ്റത്തെ കമ്മിറ്റി വിളിക്കുമ്പോഴാണ് പറയണേ, ഫ്രാക്ഷൻ വിളിച്ചു പറയാലോ, ആശയുടെ വീട്ടിലേക്ക് വഴി കൊടുക്കാൻ പറ്റത്തില്ല, ഞങ്ങളോട് ആശ ഇങ്ങനെ സംസാരിച്ചു, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പൊ പറയണ്ടേ. എന്നിട്ട് അവസാനം അവർക്ക് പറയാനുള്ള ഒരു ആയുധമാക്കി അവരെടുത്തു. പിന്നെയും എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയോ മാനസിക പീഡനം എനിക്ക് തരുകയും ചെയ്യുക. ഇത്രത്തോളം പീഡനം, ഒരേ ഒരു മകനുള്ളത് നഷ്ടപ്പെട്ടിട്ട് രോഗിയായി മാറി, അത്രയും പീഡനം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്റെ ഭാഗത്തെ തെറ്റാണ് പഞ്ചായത്ത് ഭരണസമിതി അങ്ങനെ ചെയ്തതെങ്കിൽ, അനിൽ ചെറിയാൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പം ആ സഖാവ് പഞ്ചായത്ത് രമ പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോ എന്തോ കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് ലെറ്റർ എഴുതി പരാതി കൊടുത്തു ജില്ലാ കമ്മിറ്റിക്ക്. ആ സഖാവിനെ പഞ്ചായത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി ONV സഖാവിനെ പഞ്ചായത്ത് ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല ഏൽപ്പിച്ചിട്ട് ആ സഖാവ് പഞ്ചായത്തിൽ എന്തോ പറയാൻ ചെന്നപ്പം അവര് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, ഇനി ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതിയുടെ അടുത്ത് സംസാരിക്കാൻ ഞാൻ പോകില്ല, ഒരു കാര്യം അന്വേഷിക്കാനും പോകില്ല എന്ന് പരസ്യമായിട്ട് ലോക്കൽ കമ്മിറ്റിയിലെ ONV സഖാവ് പറഞ്ഞു. എന്റെ പ്രശ്നം കൊണ്ട്, എന്റെ നാക്കിന്റെ കുഴപ്പം കൊണ്ടാണ് ഇവരോട് 2 പേരോടും പറഞ്ഞു. അപ്പൊ ഇവരുടെ നാക്കിന്റെ കുഴപ്പം കൊണ്ടാണോ? അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങള്, ആരോപണങ്ങള് എനിക്കെതിരെ കൊണ്ടുവരുവാണ്. ഞാൻ എന്റെ വീടിനടുത്തുള്ള വഴി എനിക്ക് വഴി തന്നില്ല, പക്ഷെ എന്റെ വീടിന് അപ്പുറവും ഇപ്പുറവും ഉള്ള റോഡുകൾ ശരിയാക്കി കൊടുത്തു. പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത റോഡുകൾ ശരിയാക്കി കൊടുത്തു. ഞാൻ ചോദിക്കണേ, നമ്മൾ പാർട്ടി പ്രവർത്തിച്ചില്ലേലും നമ്മുടെ പ്രദേശത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി സഹായിക്കാൻ ആ കുടുംബത്തിന് വേണ്ടി സഹായിച്ചു പോകുന്ന നിലപാടല്ലേ നമ്മുടെ പാർട്ടി എടുക്കുന്ന. ഇടതുപക്ഷ പാർട്ടി എപ്പോഴും ആളുകളെ ചേർത്ത് നിർത്തി സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയുമാണ്. എനിക്ക് പഞ്ചായത്ത് ആസ്തിയിൽ എന്റെ വഴി ഉണ്ടായിരുന്നിട്ട്, പഞ്ചായത്ത് വികസന ഫണ്ടുകൾ ഉണ്ടായിരുന്നിട്ട്, പഞ്ചായത്ത് പൊതുവികസനം അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൊടുത്തു സഹായിക്കുന്ന പഞ്ചായത്ത്,
ആ ആസ്തിയിലുള്ള റോഡിന് ആ പഞ്ചായത്ത് എല്ലായിടത്തും റോഡ് ചെയ്തു കൊടുത്തപ്പം എന്റെ പേര് എന്റെ വഴി ആ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. ഞാനും ബ്രാഞ്ച് സെക്രട്ടറിയും ഈ പ്രദേശത്തുള്ളവരും നടക്കുന്ന വഴിയാണ്. ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഈ റോഡിന് മാത്രം ആ പൈസ അനുവദിക്കാതെ മറ്റ് പല തലങ്ങളിലും പൈസ അനുവദിച്ചു. ONV സഖാവ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്ന സമയത്ത് 240ഓളം റോഡുകള്, തൊണ്ടുകള്, തോടുകള് എല്ലാം കോൺക്രീറ്റ് ചെയ്തു കൊടുത്തു. എന്റെ ഈ ഒരു വഴി മാത്രം ചെയ്തു തന്നില്ല അന്നും. അപ്പോഴും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോയില്ല. ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിന്നു. ഇത്രയും പ്രതിസന്ധി ഒരു ആക്റ്റീവ് എനിക്ക് എന്റെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല. 15 വർഷമായിട്ട് ഞാനൊരു ആക്റ്റീവ് ഉള്ളത് അയൽവക്കത്തെ വീട്ടിലാണ് വെക്കുന്നത്. അറിയോ, ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ വൈകിട്ട് വരുമ്പോ അവര് സന്ധ്യ ആകുമ്പോ ഗേറ്റ് അടയ്ക്കുന്നതാ. ഞാൻ പോണ ദിവസം അവര് ഗേറ്റ് അടയ്ക്കാതിരിക്കും. ഞാൻ വരുമ്പോ വണ്ടി അവിടെ കയറ്റി വെച്ചിട്ട് ഗേറ്റ് അടച്ചേച്ച് ഞാൻ കയറി വന്ന വഴി ഈ സഹാക്കൾ എല്ലാരും കണ്ടതായിരിക്കും ഇവിടെ വന്നപ്പോ. അല്ലെങ്കിൽ ഇനിയാണെങ്കിലും ഒന്ന് വന്ന് നോക്കണം എന്നുള്ളതാണ്. ഒരു ഗ്യാസ് കുറ്റി എടുത്താ ഇവിടെ വരെ ചുമന്നു കൊണ്ടുവരാൻ പറ്റത്തില്ല. മോനുണ്ടായിരുന്നപ്പോ അവനത് തോളത്ത് വെച്ച് കൊണ്ടുവരുമായിരുന്നു. ഒരു ഗ്യാസ് കുറ്റി കൊണ്ടുവരാൻ പറ്റണില്ല. അതിന് ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കണം. വേണ്ട, ഒരു വൈകിട്ട് സമയങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു ഓട്ടോ വിളിച്ചാണെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ എനിക്കതിന് കഴിയുന്നില്ല. ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ 4 കാരണവന്മാരുണ്ട്, 2 ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. അവനും ബ്ലോക്ക് വന്നതാ. ആശുപത്രി ആവശ്യം വരുമ്പോ ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടണ എന്ത് മാത്രാന്നറിയാമോ? ഇത്രയും ബുദ്ധിമുട്ടും ഞങ്ങൾ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? സർക്കാർ ഇന്ന് വഴി, വെള്ളം, കരണ്ട്, പാർപ്പിടം ഇതെല്ലാം കൊടുത്ത് സംരക്ഷിക്കുമ്പോൾ ഈ പൈസ ഇല്ലാത്ത സമയത്തും എന്നെ കൊണ്ട് ആ കാശുണ്ടാക്കി വഴി വീതി കുറവാന്നും പറഞ്ഞ് അത്രയും സ്ഥലം മേടിച്ച് വഴി ഫോം ചെയ്തിട്ടിട്ട് പോലും ഈ 10 വർഷക്കാലം തിരുമാറടി പഞ്ചായത്തിൽ ഭരണം കിട്ടിയിട്ട് എനിക്ക് ആ വഴി തന്നില്ല. ഞാൻ താമസിക്കുന്ന 2ാം വാർഡ് എല്ലാ പ്രാവശ്യവും LDF ആണ് ഭരിക്കുന്നത്. വേറൊരു മെമ്പർ ആയിരുന്നെങ്കിൽ അങ്ങനെയാന്ന് വിചാരിക്കായിരുന്നു. അങ്ങനെ എനിക്ക് ആ വഴി തന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം ഞങ്ങൾ എത്രയോ വർഷമായി ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളം ഈ ഭാഗത്തൊരു നീരറവുള്ളത്. ആ വെള്ളം കാണിച്ചു തന്നത് ആ കിണറായിരുന്നു. ആ കിണറിലെ വെള്ളമായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുടിക്കാൻ മാത്രം എവിടെന്നെങ്കിലും വെള്ളം കുറച്ച് കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഈ കുളം നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ കുളത്തിന് ചുറ്റുമതില് കെട്ടി ഹോളോ ബ്രിക്സ് ഇറക്കി അത് കെട്ടി വല മേടിച്ചിട്ട് കുടിവെള്ളമാക്കി പഞ്ചായത്ത്, തിരുമാറടി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ആ കുളം പണിയാൻ നേരത്ത് ആ കുളത്തിന്റെ എസ്റ്റിമേറ്റ് എടുത്തു കൊടുത്ത് പണിതത് ഈ കോളനിയിലുള്ള 2 പയ്യന്മാരാണ്. അവസാനം ഈ വെള്ളം കുടിവെള്ളമാക്കിയതിന് എതിരെ പ്രശ്നം ഉണ്ടാക്കിയതും ആ പയ്യന്മാരാണ്. അവര് തന്നെ അത് പണിതു. അതിന്റെ ചെക്ക്, പൈസ മേടിച്ച ചെക്കിന്റെ കോപ്പി വരെ പഞ്ചായത്തിലുണ്ട്. ഞാനായിട്ട് അത് വളച്ചെടുത്ത് വല കെട്ടിയിട്ട് വെള്ളം ഉപയോഗിക്കണല്ല, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പണിത വെള്ളം മലിനമാക്കുമ്പം അത് മലിനമാക്കാതെ സംരക്ഷിക്കേണ്ട കടമ ആ പഞ്ചായത്തിനുണ്ട്. ആ പഞ്ചായത്താണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. കുടിവെള്ളം മലിനമാക്കുക എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമാണ്. അതിന് പ്രശ്നം ഉണ്ടാക്കി പരാതി കൊടുത്തിട്ട് വല വലിച്ചു കെട്ടാൻ പറഞ്ഞ മുൻ ഏരിയ സെക്രട്ടറി ഇരുന്നപ്പം വല വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് വല വാങ്ങിച്ച് ഞങ്ങൾ വലിച്ചു കെട്ടി. പോലീസുകാരുടെ സഹായത്തോടെ കുടിവെള്ളം മലിനമാക്കണത് കുറ്റകരാന്നും പറഞ്ഞ് ഞങ്ങൾ വല വലിച്ചു കെട്ടാൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ONVയെ വിളിച്ചപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വല വലിച്ചു കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ എതിരായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന രാജു KK കൂറ്റനാലുള്ളത് വന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് പരസ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് 10 മിനിറ്റിനുള്ളിൽ ഇവിടെ വരികയും വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരോടടക്കം നിങ്ങളിപ്പോ അത് കെട്ടണ്ട, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് കെട്ടിക്കോളാം, നിങ്ങൾ കയറി പോരേന്ന് പറഞ്ഞു. കെട്ടി തീരാറായ വര ഞങ്ങളെല്ലാരും കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അരമണിക്കൂറിനുള്ളിൽ ഈ എതിർകക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകൾ വന്ന് ആ വല പറിച്ചെടുത്ത് മടക്കി അവർ കൈ പിടിച്ചോണ്ട് പോയി. 1.5 വർഷം ഞങ്ങള് 2000 ലിറ്റർ വെള്ളം 600 രൂപയ്ക്ക് വെള്ളം അടിച്ച് ഇവിടെ ഉപയോഗിച്ചു. തൊട്ടടുത്ത കുളത്തില് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച്, ആരുടെയും പേരില്ലാതെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത കുളത്തിനകത്ത് വെള്ളം കിടക്കുമ്പം ആ കുടിവെള്ളം മലിനമാക്കി കളഞ്ഞു. അതും CPI ആയിട്ട് ഘടകകക്ഷിയായിട്ട് കൂടെ നിൽക്കുന്നവരാണ് അത് ചെയ്തത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂലാഞ്ഞിട്ടാണോ? അങ്ങനെ ഓരോ രീതിയിലും ബുദ്ധിമുട്ടി. ഒരു നിസാര ഒരു പ്രശ്നം വന്നിട്ട് എന്റെ മോനെയും ബ്രാഞ്ച് സെക്രട്ടറിയെയും പോലീസ് സ്റ്റേഷൻ കയറ്റി പല പ്രാവശ്യം കേസ് കൊടുത്ത് കേസിന്റെ അകത്ത് കുറെ നാൾ അതിന്റെ പുറകെ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഒതുക്കി ഞങ്ങൾ കേസ് കൊടുത്തു. കുടിവെള്ളം സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചു തുടങ്ങി. ഒരു വല കെട്ടാൻ സാധിക്കാതെ കിടന്നിട്ട് അവസാനം പാർട്ടി മുൻ ലോക്കൽ സെക്രട്ടറി വർഗീസ് മാണിയും മെമ്പർ ശശിയും
വാർഡ് മെമ്പറും കൂടി ഇവിടെ വന്ന് വല കെട്ടി. ആ വല കെട്ടിയിട്ട് ഞങ്ങൾ ആ വെള്ളം ഇപ്പൊ കുടിക്കാനെടുക്കുന്നു. ആ വെള്ളം കുടിക്കാനെടുത്തപ്പോ അവിടെ വല കെട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ പോയി വല കെട്ടിയേ എന്ന് നമ്മുടെ ഒരു മുതിർന്ന സഖാവ് ചോദിച്ചു. ONV സഖാവിനാണ് തിയേറ്റർപടി ബ്രാഞ്ചിന്റെ ചുമതല. ഈ പ്രദേശത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറിയോടോ എന്നോടോ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇന്നതാണ്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇതൊന്നും ഞങ്ങളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ഇരുന്നു. ഞങ്ങൾക്ക് അപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞങ്ങൾക്കറിയാൻ തുടങ്ങി ഇതിനെല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആള് ഈ സഖാവ് തന്നെയാണെന്നുള്ളത്. അല്ലെങ്കിൽ കുടിവെള്ളം വല കെട്ടിയിട്ടപ്പോ എന്തിനാണ് അത് കെട്ടിക്കൊടുത്തതെന്ന് ചോദിച്ചപ്പോ മുതിർന്ന സഖാവാണെങ്കിലും താഴെക്കടലിൽ നിൽക്കുന്ന ബ്രാഞ്ചിന്റെ ഒരു മെമ്പർ ആണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അറിയോ, ഈ പ്രദേശത്ത് ഒരു ശകലം വെള്ളമില്ലെന്ന് ഓർക്കണം. ഒരു വീട്ടിലെ വെള്ളത്തിന്റെ ആവശ്യം എന്നാന്നറിയാമോ? ഈ വഴി ഇല്ലാത്തോടത്ത് പോലീസും കേസും പ്രശ്നങ്ങളും കോളനിക്കകത്ത് ഒരു ചേരി തിരിവുണ്ടാക്കി എന്നുള്ളതാണ്. ഞങ്ങളുടെ കഴിവ് കൊണ്ടും ഞങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടും അത്യാവശ്യം ആരും മരണം ഉണ്ടാവാതെ ഇവിടെ പിടിച്ചു നിന്നു. അത്രയ്ക്കും വലിയ വിവാദം ഇവിടെ സൃഷ്ടിച്ചു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, സാധാരണക്കാരായ ആളുകളുടെ കൂടെ നിന്ന് സംരക്ഷിക്കേണ്ട നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ എന്റെ പ്രസ്ഥാനം എന്നെ സംരക്ഷിക്കുമെന്ന് വെച്ച ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിനകത്തുള്ള ആളുകൾ എന്നോട് ചെയ്യുന്നത് ഏത് രീതിയാന്നുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് 10 വർഷം ഭരിച്ചിട്ടും വഴി തരാൻ പറ്റിയില്ല. എന്നാൽ എങ്ങനെയെങ്കിലും പാർട്ടിയെങ്കിലും ഇടപെട്ട് അതെനിക്കൊന്ന് ചെയ്തു തന്നെ. തൊഴിലുറപ്പിന്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പിന് ഇപ്പം കോൺക്രീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കരിങ്കല്ല് കെട്ടുകയും ചെറിയൊരു പാലം വാർക്കുകയും ചെയ്യണം. ആ കരിങ്ക് വാർക്കാനും ആ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ എടുത്ത് ഇപ്പൊ ചെയ്യാനുള്ള നിർവാഹം എനിക്കില്ല. അത് ചെയ്തെങ്കിലേ തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പണിയാൻ പറ്റുള്ളൂ. എനിക്ക് ആ ഫണ്ടും ലാപ്സായി പോവും. ഇതും ചെയ്തു തന്നില്ല. അത് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ അത് ചെയ്തു കൊടുക്കണ്ട എന്ന് പറയുമ്പം അങ്ങനെ പറയുന്ന ഒരു സഖാവിന്റെ മനസ്സ് എന്താണെന്ന് ചിന്തിക്കണം. എത്രത്തോളം വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് ആ സഖാവ് പ്രവർത്തിക്കണേന്നുള്ളത് അറിയണം. ഞാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വില്ലേജ് സെക്രട്ടറിയും ഏരിയ എക്സിക്യൂട്ടീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. തൊഴിലുറപ്പിന്റെ അകത്തെ NREGയുടെ വില്ലേജിന്റെ പ്രസിഡന്റ് ആയിട്ടും ഏരിയ കമ്മിറ്റി ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. കർഷക സംഘത്തിനകത്ത് പ്രവർത്തിക്കുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. മുൻകാലങ്ങളിലെ 2 പ്രാവശ്യത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിന്ന് പ്രവർത്തിച്ച ഒരു പെണ്ണാ ഞാൻ. ഇവിടുത്തെ ബ്രാഞ്ചിനകത്ത് 5 പേരേ ഉള്ളൂ. ഒരു പ്രവർത്തനവും നടക്കണില്ല. തകർന്നു പോയ ബ്രാഞ്ച്. എല്ലാരും മാറി മാറി സെക്രട്ടറി ആയിട്ടിരുന്ന ബ്രാഞ്ച്. 4 ദേശാഭിമാനി ചേർക്കാൻ പറ്റാത്ത ബ്രാഞ്ച്. ആ ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിട്ട് ഒരു വനിത എന്ന നിലയിൽ ഞാൻ വന്നപ്പം ലോക്കൽ സെക്രട്ടറി ആയിട്ട് അനിൽ സഹാവായിരുന്നു ഇരിക്കുന്നത്. 34 പത്രം ഞാൻ ആ ബ്രാഞ്ചിൽ ചേർത്ത് കൊടുത്തു. എല്ലാ വർഗ ബഹുജന സംഘടനകളിൽ രൂപീകരിച്ചു കൊടുത്തു. എന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നിട്ടാണോ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയണം. അതുപോലെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നേ. കുടുംബശ്രീയുടെ 2ാം വാർഡിന്റെ ADSന്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ തൊഴിലുറപ്പിന്റെ മേറ്റായിട്ട് നിൽക്കുന്നു. സ്ത്രീകൾക്കിടയിലും മറ്റും എല്ലാം നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു. ഈ പഞ്ചായത്തിൽ വനിതാ മെമ്പർമാരുണ്ടെങ്കിൽ ഒരു പരിപാടി നടത്തണമെങ്കിൽ ഞാൻ 4 വനിതകളെയും കൊണ്ട് ഇറങ്ങി ചെല്ലണം. ഇതെല്ലാം ഈ സംഘടനയ്ക്കകത്ത് അറിയാവുന്നതാണ്. ഇവിടുത്തെ പാർട്ടി സഖാക്കൾക്ക് അറിയാവുന്നതാണ്. ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പം ഈ ONV സഖാവും അനിൽ സഖാവും ഇവിടെ വന്ന കമ്മിറ്റി കൂടാതെ ഞാനൊരു വനിത ആയതുകൊണ്ട് ഇവിടെ കൂടാൻ എല്ലാവരും പറയും. അങ്ങനെ ഇവിടെ വന്ന് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ വഴിയുടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നില്ല. അത്രത്തോളം സംഘടനയായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിച്ചും പോകുന്നു. എന്റെ വീടും പാർട്ടി കുടുംബം. എന്റെ വീട്ടിലെ ആങ്ങളെ മുതൽ അവരുടെ മക്കള്, ഭാര്യ മുതൽ പാർട്ടിയുടെ മെമ്പർമാരും ആളുകളുമായിട്ട് നിൽക്കുന്നു. പിന്നെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.